ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുട്ടനാടൻ കപ്പിൾ ഫ്രം ഫിൻലാൻഡ്. അപ്പോൾ ദിനോയ്ക്ക് നല്ല അടിപൊളിയായിട്ട് ഇന്ന് ഇവിടെ മഞ്ഞ് പെയ്യുന്നുണ്ട്. ഞങ്ങൾ രാവിലെ ഒന്ന് പള്ളി പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇന്ന് പള്ളിയിൽ ക്രിസ്മസ് ആഘോഷവും കുർബാനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ ഇറങ്ങിയ സമയത്ത് മഞ്ഞോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു കാലാവസ്ഥ. അപ്പം കുർബാനയെല്ലാം കഴിഞ്ഞ് ചെറിയൊരു ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ പരിശോളിലോട്ടൊക്കെ പോയി തിരിച്ചിറങ്ങിയപ്പോൾ ഉള്ള അവസ്ഥയാണിത്. മുഴുവൻ മഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഞ്ഞ് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. അടിപൊളിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുക. ഇത് ഏതായാലും മഞ്ഞ് മാത്രമായതുകൊണ്ട് എന്നാണേലും ഒത്തിരി നനയത്തില്ല, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഇതെല്ലാം നമ്മുടെ പള്ളിയുടെ പരിസരമാണ്. ഇവിടെ എല്ലാം നല്ല ക്രിസ്മസിൻ്റെ അലങ്കാരങ്ങൾ, ഇലുമിനേഷൻ ബൾബ് കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. കുറച്ചും കൂടി നൈറ്റ് ആയിരുന്നെങ്കിൽ ഇതിലും നല്ല ഭംഗിയായിരുന്നു ഇതിനെ കാണാനായിട്ട് നമ്മുടെ വീഡിയോയിലേ. അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളിയുടെ പരിസരം എന്ന് പറയുന്നത്. പള്ളി എന്ന് പറയുന്നത് സെൻറ്റ് ഹെൻട്രീസ് കത്തീഡ്രൽ ആണ്. നമ്മൾ ഇവിടെ കുർബാനയ്ക്ക് വരും. നമ്മുടെ മലയാളം കുർബാനയൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ചെറിയൊരു ആശ്വാസം കുർബാനയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് ഈ പള്ളി വന്നിട്ടാണ് നമ്മൾ എല്ലാ ദിവസവും ഇല്ല, മാസത്തിലൊരിക്കൽ കുർബാന കൂടാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ഇച്ചു ഇങ്ങനെ മഞ്ഞത്തോട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് നോക്കിയൊരു പട്ടിക്കൂട്ടൻ. ഇവിടെ ഇങ്ങനെ മഞ്ഞാണെങ്കിലും മഴയാണെങ്കിലും ഇതുങ്ങളെ ഇങ്ങനെ പുറത്തിറക്കും കേട്ടോ. അവർക്കിങ്ങനെ ഇടാൻ ഉടുപ്പൊക്കെ കാണും. അപ്പോൾ അവർക്കതും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് അല്ലേ, അവർക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അവരെന്നാലും പുറത്തും വരും. അപ്പം ഇതാണ് നമ്മുടെ പള്ളി, നല്ല ഭംഗിയുള്ളൊരു പള്ളി. പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാമിൽ കയറിയിട്ട് വീട്ടിൽ പോവുക. കാരണം ഇപ്പോൾ തന്നെ ഏകദേശം സമയം 2:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പള്ളിയിൽ ഇന്ന് ക്രിസ്മസ് സെലിബ്രേഷനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വൈകിയത്. അപ്പോൾ ഇനി നമ്മൾ ട്രാം കയറാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിലേക്ക് പോവാണ്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ട്രാമ്പ് എന്നാണ് പറഞ്ഞത്, എൻ്റെ തെറ്റാണത്. ട്രാം കയറാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റേഷനിലേക്ക് എത്തി. അതിനിപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റത്തോളം വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഹെൽസിങ്കിയിൽ എത്തിക്കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനാണ്. പക്ഷേ ഫുള്ള് മഞ്ഞായതുകൊണ്ട് നമ്മൾ എപ്പം എത്തും എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു ഡൗട്ടുണ്ട്. കാരണം വണ്ടിയൊക്കെ ചിലപ്പോൾ ഇനിയിപ്പം വൈകുമോ വല്ലതും ഒക്കെ ചെയ്താൽ, അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനത്തെ നമ്മൾ ട്രാമിൽ കയറി. ട്രാം കറക്റ്റ് ടൈമിലൊക്കെ വന്നു. അപ്പം അതിൽ നിന്ന് ഇരുന്നുകൊണ്ടുള്ള വിഷ്വൽസാണ് ഇപ്പോൾ കാണുന്നത്. എല്ലായിടവും തന്നെ നല്ല അടിപൊളിയായിട്ട് മഞ്ഞ് പെയ്തിട്ടുണ്ട്. ഇപ്പം മഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മഞ്ഞല്ല കേട്ടോ, നല്ല പൊടിമഞ്ഞാണ്. പക്ഷേ ഇതിൻ്റെ ഷേപ്പ് ഞാൻ നോക്കിയായിരുന്നു കാണിക്കാൻ പറ്റുമെന്ന്, പക്ഷേ ഇതിലും പറ്റിയില്ല. അപ്പോൾ ഈ മഞ്ഞിലും ഷേപ്പ് കാണാൻ വേണ്ടി പറ്റില്ല DS. ഇതെന്തേ ഇങ്ങോട്ടേക്ക് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടൊരു ട്രാം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ ക്രോസ് ചെയ്തിട്ട് നമ്മളിനിയും ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഈ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മുടെ പഴയ ബിൽഡിങ്സും പഴയ സ്ട്രക്ചറുകളും ഒക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇത് എന്ത കാലത്ത് ആരുണ്ടാക്കിയതെന്നൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു, നമ്മളത് വിഷ്വലിൽ പകർത്തി, അങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ ഇനി നമ്മുടെ ട്രാം ഇങ്ങനെ തിരിഞ്ഞ് വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ളൊരു വിഷ്വൽ കാണാൻ വേണ്ടി പറ്റും. എന്നാന്ന് ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ? അപ്പം ഞാൻ തന്നെ അത് പറയാം. അത് വേറൊന്നുമല്ല, നല്ല ഭംഗിയുള്ളൊരു നമ്മുടെ ഹെൽസിങ്കി എന്ന് പറയുമ്പം തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നൊരു ചിത്രമുണ്ടല്ലോ. അതെന്താണ് ആ ചിത്രം? അത് തന്നെ നമ്മുടെ കത്തീഡ്രൽ പള്ളിയുടെ ചിത്രമാണ് ഇപ്പോൾ ഈ ട്രാം ഇങ്ങനെ തിരിഞ്ഞ് വരുമ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ. നല്ല അടിപൊളി വിഷ്വലാണ്. മഞ്ഞും നമ്മുടെ ആ ഗ്രൗണ്ടിലുള്ള തോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്മസിൻ്റെ ചെറിയ ചെറിയ ഷോപ്സ് ഉണ്ട്. അതും എല്ലാം കൂടെ ആയിട്ട് ആ കത്തീഡ്രൽ പള്ളി കാണാനായിട്ട് എന്ത് മനോഹരമാണെന്നറിയാവോ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ട്രാമിലുള്ള കുറേ പേര് വന്നിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിപ്പുണ്ടേ. എന്നോട് ഇങ്ങനെ ചോദിച്ചു, എക്സ്ക്യൂസ് മീ ഇച്ചിരി ഒന്ന് മാറിയിരിക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ അവരും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. അപ്പം അതുപോലെ നല്ല ഭംഗിയായിരുന്നു ഇത് കാണാനായിട്ട്. അപ്പം നമ്മുടെ ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ട് ഈ കത്തീഡ്രലിൻ്റെ ഫ്രണ്ടിൽ. അപ്പം ഇനിയിപ്പം നമുക്ക് ഈ വീഡിയോയ്ക്ക് ശേഷം നമുക്ക് ആ ക്രിസ്മസ് മാർക്കറ്റിൽ പോയതിൻ്റെ വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ ട്രാമിലുള്ള യാത്രയാണ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത്. നമ്മളൊരു ട്രാമിൽ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹെൽസിങ്കി ഫുള്ള് തന്നെ നമുക്ക് അതിലിരുന്നുകൊണ്ട് തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. പക്ഷേ ഇറങ്ങിപ്പോയി കാണേണ്ട സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ, അതല്ല ഉദ്ദേശിച്ചത്. നമുക്ക് കാണാൻ വേണ്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ ഒരു ട്രാമിൽ കയറിയാൽ മതി. അപ്പോൾ അടിപൊളി വിഷ്വൽസ് നമുക്ക് അതിലിരുന്നുകൊണ്ട് തന്നെ കാണാൻ വേണ്ടി പറ്റും. ഇത് വേറൊരു തോറി, ഇതും വേറൊരു മാർക്കറ്റ് സ്ക്വയർ ആണ്. അപ്പം ഇവിടെ ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് നമ്മുടെ കടലുള്ളത്. അപ്പോൾ അവിടെ എല്ലാം ഭയങ്കര അടിപൊളിയായിട്ട് സ്നോ വീണിട്ട് നമുക്ക് അപ്പുറത്തേക്കുള്ള വിഷ്വൽസ് നമുക്ക് കാണാനേ പറ്റുന്നില്ല. അതുപോലെ അല്ല അടിപൊളി മഞ്ഞ് വീഴ്ചയായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചതിൻ്റെ കാര്യം. അപ്പം നമ്മൾ കുഞ്ഞു വാവന്മാരെയും എല്ലാവരെയും കൊണ്ട് അവരവരുടെ നോർമൽ ലൈഫ് ലീഡ് ചെയ്യുന്നു. നമുക്കിവിടെ ഇങ്ങനെ മഴയാണ് മഞ്ഞാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിലിരിക്കുമല്ലോ, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പോകുന്നു എല്ലാവരും തന്നെ കേട്ടോ. നമ്മളും ഇപ്പം അതിനോട് ഇങ്ങനെ അഡ്ജസ്റ്റായി. നമ്മളിത് ഇപ്പം നമ്മുടെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ
സ്റ്റോപ്പിലെത്തും. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ ട്രെയിനിൽ പോകണം. അപ്പോൾ ട്രെയിനിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻസ് ട്രെയിൻ ഏതെങ്കിലുമൊക്കെ ക്യാൻസലാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല ഇവിടെ. പിന്നെ ക്യാൻസലാക്കിയാലും പെട്ടെന്ന് തന്നെ അവർ അടുത്തത് സ്കെഡ്യൂൾ ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത് കണ്ടോ, നല്ല ഭംഗിയില്ലേ ഇത് കാണാനായിട്ട്. കാറ് പോകുന്ന സ്ഥലവും, കാറ് പോകുന്നതല്ല കേട്ടോ, റോഡും നമ്മുടെ ട്രാം പോകാനുള്ള പാളവും എല്ലാം കൂടെ വന്നിട്ട് ഒരു ഒറ്റ വിഷ്വലിൽ നല്ല രസമില്ല അത് കാണാനായിട്ട്. ഞാൻ ചോദിച്ചും കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കുന്നു നമുക്ക് ഇവിടുത്തെ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടൊന്ന് വീഡിയോ എടുക്കണമെന്ന്. പക്ഷെ എന്താണെന്നറിയത്തില്ല, വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വല്ലാത്തൊരു തരം മടി എന്നാണെന്നറിയത്തില്ലെന്നേ. അപ്പോൾ ഇതുവരെ അത് നടന്നിട്ടില്ല. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ എന്താണേലും ന്യൂ ഇയറിന് മുമ്പെങ്കിലും ആ വീഡിയോ ഒന്ന് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. നടക്കണം. അങ്ങനെ നമ്മൾ ട്രെയിൻ കയറാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേഷനിൽ ഇറങ്ങി. ഇനിയിപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു 15 മിനിറ്റ് നടക്കണം. മഞ്ഞൊക്കെ ആയതുകൊണ്ടാണ് 15 മിനിറ്റ് പറഞ്ഞത്. 15 മിനിറ്റ് നടക്കണം അങ്ങോട്ടേക്ക്. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ട്രെയിൻ കയറാം. പോലീസിൻ്റെ വണ്ടികൾ കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെയാണ് പോലീസ് പെട്രോളിംഗ് ഒക്കെ നടക്കുന്നത്. അപ്പം ഇവിടെ ഇങ്ങനെ ഈ സ്റ്റേഷൻ്റെ പരിസരത്ത് കുറേ സൈക്കിളുകൾ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇപ്പം മഞ്ഞായതുകൊണ്ട് കുറേ പേര് തന്നെ സൈക്കിൾ ഉപയോഗിക്കുന്നില്ല, ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല. പക്ഷേ കുറച്ചൊക്കെ ആൾക്കാർ എന്താ പറയുക, വിൻ്റർ ടയറൊക്കെ മാറ്റിയിട്ട് അവർ ഇപ്പോഴും സൈക്കിൾ ചവിട്ടുന്നവരുണ്ട് കേട്ടോ. അവരൊക്കെ ഭയങ്കര കോൺഷ്യസാണ്, ഹെൽത്ത് ഭയങ്കര കോൺഷ്യസാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. പുള്ളിക്കാരി ഇതുകൊണ്ട് തന്നെ വിൻ്ററിൽ സൈക്കിളിലാണ് വരുന്നത്. അതായത് ഹോൾ ഇയർ പുള്ളിക്കാരി സൈക്കിളിലാണ് വരുന്നത്. പറഞ്ഞു വരുന്ന കാര്യം, സൈക്കിൾ ഓടുന്നവരും ഉണ്ട് വിൻ്ററിൽ എന്നാണ്. നമ്മുടെ വണ്ടി ഓടിക്കുന്ന പോലെ തന്നെ സൈക്കിളും അവർ യൂസ് ചെയ്യാറുണ്ട്. അപ്പം നല്ല മഞ്ഞായതുകൊണ്ട് തന്നെ കൈയൊക്കെ നന്നായിട്ട് മരയ്ക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് വീഡിയോ എടുക്കണമല്ലോ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് നമുക്കതാണല്ലോ മുഖ്യം. അപ്പോൾ ഞാനും ഇച്ചും കൂടി ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ്, ഞങ്ങളുടെ കൂട്ടത്തിലൊരു ചേച്ചി ഉണ്ടായിരുന്നു, ഞങ്ങൾ മൂന്നേരും കൂടി ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് ആ മരമൊക്കെ പോയി കുളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുവാണേ. അപ്പം അതൊക്കെ ആഗ്രഹമുണ്ട്. ചുമ്മാ അത് ഇങ്ങനെ ഇനിയിപ്പം കുലുക്കിയിട്ട് മഞ്ഞ് വീഴുമെന്നറിയത്തില്ല. അത്ര മഞ്ഞ് കാണുന്നില്ല. അപ്പോൾ അത്ര സെറ്റല്ലാത്തതുകൊണ്ട് ഇച്ചു പറഞ്ഞു വേണ്ട, ആ ഒരു സാഹസത്തിന് മുതിരണ്ട, നമുക്ക് വേഗം പോയിട്ട് ട്രെയിനിൽ കയറിയിട്ട് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. കാരണം കുറേ സമയം മഞ്ഞത്ത് നിന്ന് കഴിഞ്ഞാൽ വല്ല പനിയും വെച്ചാലോ. അപ്പോൾ ഞങ്ങളുടെ കോലം നിങ്ങൾക്ക് കാണണ്ടേ, ഇതാണ് ഞങ്ങളുടെ കോലം. നല്ല തണുപ്പുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇപ്പം -1 ഫീൽസ് ലൈക്ക് ഏകദേശം ഒരു -6 അങ്ങനെയാണ് കാണിക്കുന്നത്, ടെമ്പറേച്ചർ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്ക് അത് പ്ലസ്സായിട്ട് പിന്നെ മഴയൊക്കെ പെയ്ത് ഇതാകപ്പാടെ പിന്നെ നേരത്തെ മുണക്ക് തന്നെ ആകും, മഞ്ഞെല്ലാം ഉരുക്കി പോകുമല്ലോ. അപ്പം കഴിഞ്ഞ വർഷത്തെ മഞ്ഞ് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്, എന്ത് മഞ്ഞായിരുന്നു. ആ മഞ്ഞിലാണ് ഡ്യൂട്ടിക്ക് പോയത്. പക്ഷേ ഇപ്രാവശ്യം അത്രത്തോളം പെയ്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും സെയിം അവസ്ഥ തന്നെ, ഫുള്ള് മഞ്ഞ് തന്നെ. ഇപ്പോൾ നമ്മളത് പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഫുള്ള് മഞ്ഞാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് വൈകുന്നേരത്തെ മഴയത്ത് ഈ മഞ്ഞ് മുഴുവൻ പോകും. അതിൽ കൂടുതലൊന്നും നടക്കാൻ പോണില്ല. കാരണം 2-3 ദിവസം അടുപ്പിച്ച് നിന്ന് മഞ്ഞ് ഇപ്രാവശ്യം വന്നേ ഇല്ല. പക്ഷേ ജനുവരി ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും എന്താണെങ്കിലും വരുമായിരിക്കും. ഈ ലേക്ക് കണ്ടോ, ഈ ലേക്ക് ലാസ്റ്റ് ഇയറിൽ ഭയങ്കരമായിട്ട് ഫ്രോസൺ ആയിരുന്നു ഈ സമയത്ത്. പക്ഷേ ഇപ്രാവശ്യം ഇതിൻ്റെ പകുതി, അതായത് കുറച്ചേ ആയിട്ടുള്ളൂ. നമുക്കിപ്പോഴും ഇത് ക്രോസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പം ഇനിയിപ്പോൾ കാണാൻ വേണ്ടി പോകുന്ന ഒരു വിഷ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ആൾക്കാരിങ്ങനെ വന്നിട്ട് സ്പോർട്സ് മീറ്റ് കാര്യങ്ങൾ, അങ്ങനെ ചെറിയൊരു ഗ്രൗണ്ട്, അവർ പ്രാക്ടീസിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു ഗ്രൗണ്ടാണ്. അപ്പോൾ അത് ഫുള്ളേ ഇങ്ങനെ മഞ്ഞിൽ മൂടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മഞ്ഞ് ഉള്ളപ്പോഴാണെങ്കിൽ പോലും അവിടെ റണ്ണിങ് പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നോർമൽ ലൈഫാണല്ലോ. അപ്പം നമുക്ക് മഞ്ഞ് പെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോർമൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാണല്ലോ മഞ്ഞും. അങ്ങനെ നല്ല അടിപൊളി വിഷ്വൽസ് എല്ലാം കണ്ട് നമ്മൾ മുമ്പോട്ടേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും ഇനി അധികം ദൂരമില്ല ഡിയേഴ്സ്, നമ്മൾ ഉടനെ തന്നെ വീട്ടിലെത്തും. ഇനിയിപ്പം ഒത്തിരി ദൂരമില്ല. ഇതെല്ലാം കാടുകളാട്ടോ. ഇലയെല്ലാം പോയിട്ട് കാട്, റോഡ്, പിന്നെയും കാട്, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ മഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തേന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സാറ്റർഡേ എടുത്ത വീഡിയോ ആണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.